ഹായ്, ഞാൻ ശ്രീലക്ഷ്മി. മല്ലു വോയിസ് ഫോർ ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൊതിച്ചോറ് ഇഷ്ടമല്ലാത്തതായിട്ട് ആരുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വാഴയിലയിൽ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്കിനി അതിനുള്ള പരിപാടികൾ തുടങ്ങാം. ബാ. പൊതിച്ചോറെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്നത് എന്താ? ചമ്മന്തിയാണ്. ആദ്യം നമുക്ക് ചമ്മന്തിയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ നിങ്ങൾ എനിക്ക് ചമ്മന്തിക്ക് തന്നെ ഈ പപ്പടം കുത്തിക്കൊണ്ടിരിക്കുന്നത്. പപ്പടം കുത്തി വളഞ്ഞതാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, ചുട്ടരച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുപ്പിലല്ല ചുടുന്നത്, ഗ്യാസിലാണ്. നമുക്ക് എന്തായാലും ചമ്മന്തി ആദ്യം തന്നെ ഉണ്ടാക്കാം. ചുട്ടരച്ച ചമ്മന്തിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: തേങ്ങ. ഇതൊരു അരമുറി തേങ്ങ പൂളി വെച്ചിരിക്കുന്നതാണ്. അരമുറി തേങ്ങ. പിന്നെ ഉപ്പ്. ഇത്ര ഉപ്പ് ഒരുമിച്ചിടാനല്ല, ആവശ്യത്തിന്. വറ്റൽമുളക് കഴുകി വെച്ചിരിക്കുന്നതാണ്. കഴുകി വെള്ളം തോരണമായിരുന്നു, പക്ഷെ തോന്നിട്ടില്ല, അത് കുഴപ്പമില്ല. പിന്നെ പുളി, പിഴുപുളി, അതൊരു കുഞ്ഞി നെല്ലിക്കയുടെ വലുപ്പത്തിൽ. പിന്നെ കറിവേപ്പില, ചെറുനാരങ്ങയുടെ ഇല. ചെറുനാരകം ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ, അതിൽ നിന്ന് പറിച്ചാണേ. ചെറുനാരകത്തിൻ്റെ ഇല ഒരു 3 കുഞ്ഞ് 3 എടുത്തിരിക്കുന്നത്. പിന്നെ കൊച്ചുള്ളി, ഇതാ കണ്ടോ, കൊച്ചുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി. നമുക്കെന്നാൽ പരിപാടി തുടങ്ങാം. നമ്മൾ ചുട്ടരച്ച ചമ്മന്തിക്ക് വേണ്ടി തേങ്ങ നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളകൊന്ന് ചുട്ടെടുക്കാം. അങ്ങനെ തേങ്ങയും വറ്റൽമുളകും ചുട്ടെടുത്തു. ഇനി നമുക്ക് കൊച്ചുള്ളി ഒന്ന് ചുടാം. അങ്ങനെ നമ്മളിത് ചുട്ട് വെച്ച തേങ്ങ നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ തേങ്ങ ആദ്യം ചതച്ചു. എന്നിട്ട് ആ ചതച്ച തേങ്ങയിലോട്ട് പുളിയ, കൊച്ചുള്ളി, വറ്റൽമുളക്, നാരങ്ങയുടെ ഇല, കറിവേപ്പില, ഒരല്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ നരയ്ക്കാം. അങ്ങനെ ചമ്മന്തിയായി, അതായത് ചുട്ടരച്ച ചമ്മന്തിയായി. ഇനി നമുക്ക് കൂർക്ക മെഴുക്ക് വരട്ടാം. അതിന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കൂർക്കയും പച്ചമുളകും. ഇത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. ഇതിന് ഏറെ വെള്ളം വേണം കേട്ടോ, കാരണം ഇത് വേവാൻ നല്ല താമസമാണ്. നമുക്കിത് വെള്ളം ഒഴിച്ച് വെക്കാം, അതൊന്ന് വേവട്ടെ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇനി മെഴുക്ക് വരട്ടി വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. വെള്ളം വറ്റുമ്പോൾ നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി വെള്ളം വറ്റിയിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തോരന് ആദ്യം അരിഞ്ഞത് ഓമയ്ക്കായിരുന്നു, അത് മാറ്റി. കാരണം അതിന് കുറച്ചൊരു പഴുത്ത പരുവായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തോരന് ഉപയോഗിക്കുന്നത് ഇഷ്ടക്കൊള്ളൂല.
മധുരിക്കും. നമ്മളൊരു ബീറ്റ്റൂട്ട് എടുത്തു, സവാള, കറിവേപ്പില, പച്ചമുളക്, 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങ, അത് നമ്മൾ അരമുറി തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്നത്. ഇത് ഉഴുന്നും വറ്റൽമുളക്, കടുക് വറക്കാം കേട്ടോ, കടുക് വറക്കാനാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ. നമുക്കിനി ചട്ടി ചൂടായി നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരല്പം ഉഴുന്നൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പമാണ് ചേർക്കുന്നത്. ഉഴുന്നൂടെ പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട്, സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് കൂടെ ഉണ്ട്, പിന്നെ ക്യാരറ്റ് കൂടെ. തേങ്ങയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് വേവുന്നിടം വരെ നിൽക്കണമെന്നില്ല, നമുക്ക് തേങ്ങ ചേർക്കാം. നമ്മുടെ തോരനായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി. ഇനി നമുക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് മുട്ട ഉണ്ടാക്കാം. അതിനായിട്ട് കൊച്ചുള്ളി നമ്മളൊരു ഏകദേശം ഒരു 10 എണ്ണം, പിന്നെ വറ്റൽമുളക് അല്ലാതെ പച്ചമുളക് എടുക്കാം. ഇവിടെ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കാറ് വറ്റൽമുളക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുട്ട. ഇവിടെ ഞാൻ 3 നാടൻ കോഴിമുട്ട എടുക്കും. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചാൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ വെട്ടി വൃത്തിയായി കഴുകി വെച്ചിട്ടുള്ള മീനിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കറിവേപ്പില പേസ്റ്റാണ്. മുളക് പൊടി 2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1 സ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്നത്. എരിവിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന്. ഇതൊന്ന് നല്ലോണം തേച്ച് പിടിപ്പിക്കും. ഇനി നമുക്കൊന്ന് മീൻ വറക്കാം. മസാലകളൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം.
പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. നമ്മളപ്പം വിഭവങ്ങളെല്ലാം റെഡിയാക്കി. നമുക്ക് ചോറായി, ചമ്മന്തിയായി, മെഴുക്കുവരട്ടിയായി, മീൻ വറുത്തതായി, തോരനായി, അച്ചാറിപ്പോൾ ഇട്ടതല്ല, ഇടുന്നത് ഇവിടെ, പിന്നെ മുട്ടയായി. നമുക്കിനി ഇതൊന്ന് വാഴയിലയിലേക്ക് ഇടാം. പൊതിഞ്ഞ ഉടനെ നമ്മളിത് കഴിക്കത്തില്ല, നമ്മളിത് വെയിറ്റ് ചെയ്യണം. അമ്മാണോ ഒക്കെ ഇതിനകത്തോട്ടൊക്കെ ഒന്ന് കയറട്ടെ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് അഴിച്ചെടുത്ത് കഴിക്കാം. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അങ്ങനെ നമ്മളുടെ പൊതിച്ചോറ് കെട്ടി വെച്ചിട്ട് ഏകദേശം 1-1.5 മണിക്കൂറായി. ക്ഷമയില്ല, അതുകൊണ്ട് നമുക്കിതൊന്ന് തുറക്കാം. നല്ല വിശപ്പുണ്ട്, നമുക്കിത് കഴിക്കാൻ ഞാൻ ക്യാമറാമാനെയും കൂടി ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ചോറ് കണ്ടപ്പോഴത്തേന് ആക്രാന്തത്തിൽ ഒരു കാര്യം മറന്നുപോയി. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ.